എന്നെ മനസ്സിലായോ? എന്നെപ്പോലെ എത്രയോ കുട്ടികൾ. എന്നെ മാത്രം ഓർക്കാൻ പറ്റൂ. കേട്ടോ, പുതിയ ആരോ വന്നിട്ടുണ്ട്. പാവം, എങ്ങനെയാണാവോ അവരിവിടെ എത്തിയത്? ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഉറങ്ങുമായിരുന്നില്ലേ? എന്നെപ്പോലെ എത്രയോ കുട്ടികളെ നിങ്ങൾ എന്തിനിങ്ങനെ ചെയ്യുന്നു? പിടിക്കപ്പെടുന്ന ഏതൊരാളും ലഹരിയിലാണ്. ലഹരി. എറണാകുളത്ത് കൊല്ലപ്പെട്ട 4 വയസ്സുകാരി ലൈംഗിക പീഡനത്തിനിരയായ കേസിൽ പ്രതിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്താൻ പോവുകയാണ്. പീഡനം നടന്നത് ഈ വീടിനുള്ളിൽ വെച്ച് തന്നെയാണെന്ന് പോലീസിന് വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോ വന്നവളാ സ്വന്തം ചെറിയച്ഛനാ. അല്ല രക്ഷിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ ആൺകുട്ടികളെ എങ്ങനെയാണ് വളർത്തുന്നത്? എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ അവരെ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അവർ ആൺകുട്ടികളല്ലേ, വളർന്നോളും അല്ലേ? സ്ത്രീകളെ ബഹുമാനിക്കാൻ ഓരോ ആൺകുട്ടികളെയും രക്ഷിതാക്കൾ പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്നെ പോലുള്ളവർക്ക് എങ്ങനെയൊരു ഗതി വരുമായിരുന്നോ? ഭ്രൂണമായിരിക്കുമ്പോൾ തന്നെ എത്ര എണ്ണത്തിന് അതിക്രൂരമായ ആ ഒന്ന് അത് മറന്നുപോയെന്ന് നിങ്ങൾ പറയരുത്. ആലുവയിലെ ആ 4 വയസ്സുകാരി, എണ്ണമെടുത്താൽ പ്രായം 3 മുതൽ 90 വരെ നിങ്ങളുടെ വീട്ടുമുറ്റത്തും വന്ന് നിൽക്കും അവർ. അപ്പോൾ നിങ്ങൾ എത്ര ഉച്ചത്തിൽ കരഞ്ഞാലും ആരും കേൾക്കില്ല. ഇനി കേട്ടാലും ആരും വരില്ല. പുച്ഛം തോന്നുന്നു ലഹരിക്കടിമപ്പെട്ട ആൺപെൺ ബോധമില്ലാത്ത സമൂഹമേ. അവർ കഴുത്തറുത്തും കെട്ടിത്തൂക്കിയും ശ്വാസം മുട്ടിച്ചും പുഴയിലെറിഞ്ഞും അല്ലാതെ പീഡിപ്പിച്ചും നിങ്ങളെ പറ്റിച്ചേർന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള ലഹരി സ്വന്തം ശരീരത്തിൽ കുത്തി നിറക്കുകയാണവർ. പോലീസ്, നിയമം, കോടതി. രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ എന്തിനു വെടിവെച്ച് കൊന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാത്ത ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ സാധാരണക്കാരായ ഞങ്ങൾക്ക് എന്ത് വില?